പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ കുഞ്ഞു ഫാമിലി. എൻ്റെ പേര് ജാഫർ, ഇതെൻ്റെ വൈഫ് ഷാന, മൂത്ത മകള് ഇഷ. ഇവർ ട്വിൻസാണ്. ഇവൻ്റെ പേര് റയാൻ. അവിടെ കിടന്ന് ഉറങ്ങുന്നത് അയാൻ. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ വരുന്നത് ഏകദേശം കഴിഞ്ഞൊരു ഡിസംബറിൽ. അപ്പോൾ ഇതിനാരാണ് ഒരു ഇൻറ്റീരിയർ ചെയ്യാൻ നോക്കുക എന്നുള്ളത് ഞങ്ങളിങ്ങനെ ഇൻ്റർനെറ്റിൽ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോയിരുന്നത് ഒരു യങ് ആയിട്ടുള്ള ആൾ, വലിയ റെപ്യൂട്ടേഷണൽ സംഭവങ്ങളൊന്നും ഇല്ലാതെ നന്നായി വൃത്തിക്ക് കുറച്ച് വർക്കുകൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വർക്കുകളൊക്കെ ചെയ്ത ഒരാൾ ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ വൈഫിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, ഒരു ഈ കർട്ടൻ്റെ ലെവലിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു മിഡിൽ ഈസ്റ്റ് ലെവലിൽ വർക്ക് ചെയ്ത ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ സലീം അലീനെ അതിൽ കാണുന്നത്. ആ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു യങ്സ്റ്ററെ കണ്ടെത്തുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നോക്കിയത്. 4-5 പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ സലീം അലീൻ്റെ സിങ്കോ ഡിസൈനിന് നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ ഞാനും വൈഫും കൂടി പുള്ളീനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളീൻ്റെ റെസ്പോൺസീവ്നെസ് വളരെ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ദുബായിലായിരിക്കും, ചിലപ്പോൾ സൗദിയിലായിരിക്കും, അപ്പോൾ വൈഫ് ചിലപ്പോൾ നാട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ വന്ന് നോക്കാനോ പറ്റാത്ത ഒരു സന്ദർഭമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്താ വെച്ചാൽ സലീം അലി നന്നായിട്ട് റെസ്പോൺസീവ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ പുള്ളീനെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിൽ പുള്ളിക്ക് കുറച്ച് വർക്കുകൾ ആദ്യം കൊടുത്തു. അതും പുള്ളി നന്നായി ചെയ്തു. അങ്ങനെ ആ വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ പുള്ളീനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള 100% കോൺഫിഡൻസ് നമുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഏരിയകളിലും നമ്മൾ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ യാത്ര പോകുന്നതുകൊണ്ട് നമ്മൾ ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ, പിക്ചേഴ്സും ഫോട്ടോസും ഒക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ പുള്ളിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ പുള്ളി അയച്ചു കൊടുക്കുന്ന സമയത്ത് പുള്ളി അതിന് വളരെയധികം നല്ല രീതിയിലാണ് പോസിറ്റീവ് അതിനെയൊക്കെ റെസ്പോണ്ട് ചെയ്ത്, ഇന്ന സ്ഥലത്ത് നമുക്ക് ഇന്നത് വേണം, വീണ്ടും വരക്കും, വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പുള്ളി വളരെ ക്ഷമാപൂർവ്വം അതൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ശരിക്കും ഇവിടെ കാണുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് എല്ലാ കോർണറും നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് കീ തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് എല്ലാം റെഡിയായ ഒരു ഫുൾ ഫേർണിഷ്ഡ് ഒരു നമ്മളൊരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലേക്ക് കയറിയ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് പുള്ളിയുടെ ഒരു വലിയൊരു ക്രെഡിറ്റാണത്. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്, പല ഓൺലൈൻ സ്പോട്ടിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കിത് നോക്കാൻ. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പാരൻസ് കുറച്ച് പ്രായമായ ആൾക്കാരാണ്. പിന്നെ ഞങ്ങളൊക്കെ നാട്ടിൽ ഇരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അങ്കിൾസിൻ്റെ വീടും മറ്റതൊക്കെ നമ്മൾ നോക്കി നടക്കാനൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ ശരിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യത്തിൽ സലീം അലിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. പുള്ളി അത് ശരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് വന്നൊരു കീ വന്നിട്ട് ഒരു ടേൺ കീ പ്രൊജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണോ അതേ രീതിയിൽ പുള്ളിക്കത് ചെയ്യാൻ പറ്റും. ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും മിക്ക ദിവസങ്ങളിലും അവിടുത്തെ 1 മണിക്കാൾ പുള്ളി ഞാനും ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ 3:30, 3:30 ആയിരിക്കും. അപ്പോൾ എങ്കിൽ പോലും ഓരോ ദിവസത്തെ സാധനങ്ങൾക്കും പുള്ളി അന്ന് തന്നെ റിപ്ലൈ ചെയ്യുമായിരുന്നു. അതിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് എടുത്ത് പറയേണ്ടതാണ്. അതുതന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് മിക്ക പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ലാക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റ്മെൻറ്റാണ്. പക്ഷേ ആ കാര്യത്തിൽ പുള്ളിക്ക് വളരെ കമ്മിറ്റഡാണ്. ഞാൻ പുള്ളീനെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യൂ ആണത്, ഒരു 2 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സലീം അലീനെ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പുറത്തുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം 100% ഗ്യാരണ്ടിയാണ് പുള്ളിങ്ങളുടെ ആ ഒരു ഡ്രീംസ് പുള്ളി റിയാലിറ്റി ആക്കി തരും. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാമെന്നേ പറയാറുള്ളൂ. ഒന്നിലും ഇത് നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും ഒരു ഓർമ്മയില്ല. എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് അതേപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു തന്നു. അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്.